എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ടുണ്ട്. ബാലേന്ദ്രന് വലിയ പ്രശ്നങ്ങളില്ല, ചെറിയ മൈൽഡ് അറ്റാക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു. ബോധമൊക്കെ വന്നതിന് ശേഷം അലീന അകത്ത് കയറി കാണുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ഇനി എന്താ ചെയ്യേണ്ടേ, എങ്ങോട്ടാണ് പോകണ്ടേ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരു നിസ്സഹായനെ പോലെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട് ബാലേന്ദ്രന്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം എനിക്ക് വിട്ടു തന്നേരെ, അച്ഛൻ സമാധാനമായിട്ട് ഇവിടെ കിടക്കുക, ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, നമുക്കെല്ലാം സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ അലീന ബാലേന്ദ്രനോട് സംസാരിക്കുന്നു. അതിനുശേഷം ബാലേന്ദ്രനെ കാണാനായിട്ട് കയറി ഗോവർദ്ധനെയാണ് കാണിക്കുന്നത്. ഗോവർദ്ധൻ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന കാര്യം. അവർക്ക് പൈസ വേണമെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും ശരിക്കും ലോക്കപ്പിലിട്ട് അവനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി, അടിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പം പൈസ കുറച്ച് ഇറക്കേണ്ടി വരുമായിരിക്കും എന്നൊക്കെ ഗോവർദ്ധൻ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ലോക്കപ്പിലിട്ട് അവരടുത്ത് അല്ലട്ടെ, അവനെ ഒരു 10 പൈസ കൊടുത്തേക്കരുത് എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ പലതവണ ബാലേന്ദ്രൻ പറയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്തതല്ലേ, അപ്പോൾ 2 തല്ല് കൊള്ളണം, അത് ഒരു ന്യായമായ കാര്യമാണ്. പിന്നെ ഗോവർദ്ധൻ ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് തന്നെ അലീന വീട്ടിലോട്ട് വരുന്നുണ്ട്. കൃഷ്ണമോളും ഭവിതയും തന്നെയല്ലേ വീട്ടിലുള്ളൂ. ആ ഒരു കരുതൽ കൊണ്ടാണ് അലീന തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കൃഷ്ണമോൾക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മനു അലീനയെ വിളിക്കുവാണ്. അന്നേരം അലീന മനുവിനോട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്ത് ആരാണേലും, അത് കൊല്ലപ്പള്ളിയിലെ ഹരിശങ്കർ ആയാലും ഇവിടുത്തെ രോഹിത് ആണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അലീന പറയുന്നത്. അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ബബിത വരുന്നത്. ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയില്ല, കാരണം ചേട്ടൻ്റെ അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന അനിയത്തിയാണ് ബബിത, അതുകൊണ്ട് തന്നെ അവൾക്കത് ഇഷ്ടപ്പെടുകയല്ലോ, സ്വാഭാവികം. പിന്നീട് മനു വീട്ടിൽ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. മനു വീട്ടിൽ ചെന്ന കാര്യങ്ങളെല്ലാം പറയുമ്പം ആ ഒരു പ്രശ്നവും അലീനയുടെ തലയിലേക്ക് എടുത്തിടാനാണ് കമല ശ്രമിക്കുന്നത്. കമല പറയുവാണ്, അലീന ഒറ്റ ഒരുത്തി കാരണമാണ് ഹരിയും രോഹിതും പിഴച്ചു പോയതെന്ന്. അത് കേൾക്കേണ്ട താമസം മനുവിനെ അരച്ച് കയറും. മനു നിർത്തിക്കോണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അവൻ ഇങ്ങനെയാക്കിയത്, പ്രസവിച്ചതും പോരാഞ്ഞിട്ട് എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പലതും മനു പറയാതെ വിഴുങ്ങുവാണ്. കാരണം അമ്മയാണ്, പറയുന്നതിന് പരിധിയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്നുമല്ല, അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, വരാനിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ അനുഭവിച്ചോ എങ്കിലും നിങ്ങളൊക്കെ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് മനു നല്ല ഭയറായിട്ട് മനുവിന് പറയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഏതായാലും അതെല്ലാം കഴിയുമ്പോൾ വായും പൊളിച്ചിരിക്കുന്ന കമലയാണ് കാണിക്കുന്നത്. അതുപോലെ ശിവേട്ടനെയും കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും സങ്കടം ആണ്, അതിലേറെ മാനക്കേടാണല്ലോ ഇങ്ങനൊരു കേസ്, വേറെ ഏത് കേസാണെങ്കിലും പിടിച്ചേക്കാം, അവിടെ എല്ലാവരും സങ്കടത്തിലാണ്. ഏതായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്. ഇനി എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് എപ്പിസോഡിൽ കാണാം.